ട്രാമിനുള്ളിലാണ്. ഇനിയിപ്പം കറങ്ങി റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോവാം. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് തിരികെ പോകുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ചാൾസ് ബ്രിഡ്ജ് കൂടെ നടന്ന് അങ്ങനെ ക്രോസ് ചെയ്താണ് പോയത്. കുട്ടികൾ എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താണ് പോവുക. ഇവിടെ സമയം നിയർ അബൌട്ട് 2 മണിയായി. സ്കൂളൊക്കെ വിട്ടെന്ന് തോന്നുന്നു. ഇവിടെ പിള്ളേരൊക്കെ നിൽപ്പുണ്ട് വഴിയിലും. സ്ഥലത്തിൻ്റെ പേര് സ്റ്റാറോ മെസ്റ്റസ്ക. ഇച്ചിരി കട്ടിയുള്ള പേരാ മോനെ. ഇല്ല നടക്കുന്നേ നോക്ക്. ഇവിടെ ഒരു ചെറിയ ഷീഷ കണ്ടു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സൊവനീറായിട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അതിൻ്റെ വില ഒരു 50 യൂറോയാണ്. ഇവിടെ ഷീഷ അടിക്കുന്നവരും ഉണ്ടെന്ന് അർത്ഥം. യൂറോപ്പിൽ കണ്ടമാനം ഇപ്പം ബഗേഴ്സ് ഉണ്ട്. അതിവിടെ ലോക്കൽസ് ആണോ അതോ ഇനിയും ഈ ഉക്രൈനിൽ നിന്നൊക്കെ വന്ന് ചാടിയവരാണോ അതോ ഈ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണോ എന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെള്ളക്കാരല്ലേ, കണ്ടാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഒത്തിരി ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ സ്ട്രീറ്റിൽ ബഗേഴ്സ് ഉണ്ട്. ഓരോ സ്ട്രീറ്റിലും 10-20 പേരിങ്ങനെ ആയിരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്. ചിലർ തല കുമ്പിട്ടിരിക്കും, ചിലരിങ്ങനെ നേരെ തൊഴുതുകൊണ്ടിരിക്കും. രാജ്യം പാവപ്പെട്ടവരും ഉള്ള രാജ്യമാണ് ഇപ്പോൾ യൂറോപ്പും. ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ നമ്മൾ പ്രാഗിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർബക്സ് ആണ്. ഓൾ ദ വേ രാവിലെ മുതൽ ഇറങ്ങിയിട്ട് കണ്ടതെന്ന് പറയാൻ ഒന്ന് വന്നിട്ട് ചാൾസ് ബ്രിഡ്ജ് കണ്ടു. അത് കഴിഞ്ഞ് അതുവഴി എല്ലാം കറങ്ങി നടന്നതിന് ശേഷം പിന്നെ ആ പ്രാഗ് കാസിൽ കണ്ടു. അതിനുശേഷം പിന്നെ അവിടുന്ന് നാഷണൽ ഒരു മ്യൂസിയം, പിന്നെ ലൈബ്രറി, ആ ഭാഗങ്ങളിലൊക്കെ കറങ്ങി. ഈ പറഞ്ഞ കാസിലും നാഷണൽ ലൈബ്രറിയിലൊന്നും അകത്തോട്ട് കയറിയില്ല. കാര്യം ടിക്കറ്റ് ഇന്ന് എല്ലാം സോൾഡ് ഔട്ടാണ്. നമ്മൾ ഓൺലൈനിൽ കൂടെ എടുക്കണം. അപ്പം അത് കാരണം പിന്നെ ഒരു ദിവസത്തേക്ക് മാത്രം നമ്മൾ നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം വേറൊന്നും സിറ്റി കാണാൻ പറ്റാതെ വരുന്നതുകൊണ്ട് നമ്മൾ സിറ്റിയൊക്കെ കറങ്ങി കാണുക, ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുക, ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യുക, ക്ലൈമറ്റ് എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രാഗിൽ നമ്മുടെ സമയം ഇങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. സൊവനീർ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെയൊക്കെ കയറി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു ലോക്കലായിട്ടുള്ള സ്ട്രീറ്റിൽ നിന്ന് നമ്മളൊരു സൊവനീർ വാങ്ങുന്നതും ഈ പറയുന്ന ഇതുപോലെ ആൻറ്റിക് ഷോപ്പുകളിൽ നിന്നൊക്കെ കയറി വാങ്ങുമ്പോഴും ഭയങ്കരം പ്രൈസ് ഡിഫറൻസ് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ ഇതുപോലത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക. പിന്നെ അധികം ബാർഗെയിനിങ് ഇവിടെ ഇല്ല. അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങേണ്ടി വരും. പ്രാഗ് ഇങ്ങനെ 4 രീതിയിൽ പ്രാഗിനെ വിളിക്കും. യൂസ് ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റി മുഴുവൻ ഇപ്പോൾ ആ പിള്ളേർ പോകുന്നുണ്ടോ, അവരെല്ലാം ഫോറിനേഴ്സാണ്. ഇവിടുന്ന് എടുത്തുകൊണ്ട് കറങ്ങുക. ഇതിലെല്ലാം 1 മണിക്കൂറോ 2 മണിക്കൂറോ കറങ്ങിയിട്ട് 300 മിനിറ്റിന് ഇതിന് എത്രയാണ്? 300 മിനിറ്റിന് ഇതിൻ്റെ വില 699, 700, അതായത് 40 യൂറോ. അരമണിക്കൂറിന് നിയർ അബൌട്ട് 4 യൂറോ ഇത് യൂസ് ചെയ്യാം. അരമണിക്കൂർ ഇനഫല്ല. 300 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 hours അതൊക്കെയാണ്. പോലീസ് ടിക്കറ്റ് കൊടുക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇവന്മാർ ഇതിൻ്റെ ചുറ്റിന് ഓടി നടന്ന് ടിക്കറ്റ് കൊടുക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ അത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ വണ്ടി അല്ല, ശരിക്കും അത് ഡെൻമാർക്കിൻ്റെ വണ്ടി, ആ ബ്ലൂ വണ്ടി. അയാൾ ഇവിടെ കണ്ടു, ഇവിടെ പാർക്ക് ചെയ്തു. ഇത് നോ പാർക്കിംഗ് നോ സ്റ്റാൻഡിങ് സൈൻ ബോർഡൊക്കെ ഉള്ള സ്ഥലമാണ്.
ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ബ്ലൂ ലൈൻ ആൻഡ് പർപ്പിൾ ലൈൻ, അവിടെ മാത്രമേ നമുക്ക് പാർക്ക് ചെയ്യാൻ അലൗഡ് ഉള്ളൂ. വൈറ്റ് ലൈനിൽ നോൺ പാർക്കിംഗ് ഏരിയ ആണ്. ഹാർഡ് റോക്ക് കഫേയാണിത്. ദാണ്ട് നമ്മൾ അടുത്ത പ്ലേസിലെത്തി. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ നേരത്തെ വന്ന ആ ഒരു ഏരിയ ആണ്. എന്താ ക്രൗഡാണ് ഇവിടെ. ഇപ്പോൾ ഉച്ച സമയമാണ്, ഇവിടെ 2 മണി. ആൾക്കാരെല്ലാം, റെസ്റ്റോറൻറ്റുകളെല്ലാം ഫുള്ള് ആൾക്കാരിതാ. ഈ സ്ക്വയറിൽ ജനനിബിഡമാണ്. റെസ്റ്റോറൻറ്റുകളെല്ലാം പാക്ഡ് അപ്പ്. പ്ലേസിൽ തന്നെ വന്ന് തിരിച്ച് നടന്ന് നമ്മളിത് ഈ ആസ്ട്രോണോമിക് ക്ലോക്കിൻ്റെ മുന്നിലെത്തി. ചുമ്മാ അല്ല, ഞാനിത് വന്നു പോയ പോലെ തോന്നിയായിരുന്നു മുമ്പേ. കാര്യം ആ ഒരു പള്ളി കാണുമ്പോഴേ, ആ ഒരു ഗോപുരം, ഇത് നമ്മുടെ ആസ്ട്രോണോമിക് ക്ലോക്കുള്ള ആ ടൗൺ, ഓൾഡ് സ്ക്വയർ. സ്റ്റാർബക്സ് ഇല്ലാത്ത ഒരു സംഭവമില്ല ഇവിടെ. ക്രിസ്തുമസ് സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കോർ ചെയ്ത് നല്ല സ്റ്റൈലായിരിക്കും വെക്കുക. നമ്മുടെ മാക്കിമോണോ സുഷി പോലെ കേക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം എവിടെ പോയാലും എവരി സ്ട്രീറ്റിൽ ഇങ്ങനെ ബെഗേഴ്സ് ഉണ്ടെന്ന്. അതിഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ കാണാം. ഞാൻ മനഃപൂർവ്വം വീഡിയോ അവരുടെ അവോയ്ഡ് ചെയ്ത് കളയുന്ന കാര്യം വെച്ചാൽ, ഇത് അറിയാതെ വന്ന് പെടുന്നവരുടെ വീഡിയോയിൽ വരാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോകുമ്പോൾ ഞാൻ ക്യാമറ തിരിച്ച് വേറെ ഭാഗത്തോട്ട് പിടിക്കും. കാര്യം നമ്മൾ അവരുടെ ആ ഒരു ബഗേഴ്സാന്ന് പറഞ്ഞ് എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. പക്ഷെ ഒത്തിരി ബഗേഴ്സ് ഉണ്ട്, അതാണ് റിയാലിറ്റി. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല ഒരു യൂറോപ്യൻ രാജ്യത്ത് വന്നിട്ട്. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സർപ്രൈസാണ് ഇതൊക്കെ കാണുമ്പോൾ. 15 വർഷമായിട്ട് യൂറോപ്പിൽ വരുന്ന ഫാമിലിയാണ്. അപ്പോൾ എപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ എവരി ഇയർ ട്രാവൽ ചെയ്യുന്നവരാണ്, അന്ന് മുതൽ, പണ്ട് മുതൽ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആ ഒരു സ്ട്രീറ്റും ഇന്നത്തെ സ്ട്രീറ്റും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പം കണ്ടമാനം റെഫ്യൂജീസും അതുപോലെ തന്നെ ക്രൗഡും നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഇവിടെ ഉള്ളവരല്ലാത്തവർ ഒത്തിരി ഉണ്ട് ഈ ഭാഗങ്ങളിൽ. നമുക്ക് തിരിച്ചറിയില്ല. ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പം കറങ്ങി ഇങ്ങനെ നടക്കുക. നമ്മൾ സെലക്റ്റീവായിട്ട് കയറി നോക്കണം. കാര്യം ചിലയിടത്ത് ഇപ്പം ഒരു ഡിഷിന് 30 യൂറോ ഒക്കെയാണ് വരുന്നത്. ചിലയിടത്തത് അതേ ഡിഷ് നമുക്ക് 18 യൂറോയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ മെനു കാർഡ് ശരിക്കും റീഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് കയറി ആഹാരം കഴിക്കാൻ ഇരിക്കാവൂ. കാരണം ഇപ്പോൾ 2 പേര് കയറി കഴിഞ്ഞാൽ 100 യൂറോ ആവുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നിയർ അബൌട്ട് 400 റിയാൽ. വെരി എക്സ്പെൻസീവ്. ഒറ്റ ഡിഷ് കഴിച്ചിറങ്ങുമ്പോൾ 100 യൂറോ പോകാമെന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാൻ. ഫസ്റ്റ് ഇങ്ങനെ വരുമ്പം സ്ട്രീറ്റ് ഫുഡുകൾ കഴിക്കുക. അല്ലാതെ ഇതുപോലത്തെ ക്ലാസിക് റെസ്റ്റോറൻറ്റുകളൊക്കെ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. എങ്ങനെ കളിച്ച് കഴിഞ്ഞാലും എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു സെസ്ക കുസീൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ കൊണ്ട് പേ ചെയ്യണം. ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മെയിൻ സെൻട്രൽ കിച്ചൺ ഉണ്ട്. അവിടെ പോയിട്ട് സാധനം ഓർഡർ ചെയ്യുക. അത് ഇതിൽ എഴുതി ക്യാഷ് കൗണ്ടറിൽ കൊടുക്കുക. എന്നിട്ട് പേ ചെയ്യുക. എന്നിട്ട് സാധനം സെൽഫ് സർവീസ് എടുത്തുകൊണ്ട് പോകുക. എന്നിട്ട് ടേബിളിൽ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുക. ഇവിടെ പ്രാഗിലെ സ്പെഷ്യലാണ് സെസ്ക എന്ന് പറഞ്ഞൊരു ഡിഷ്. ഉണ്ട്, സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അവർ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എഴുതും അവർ. എന്നിട്ട് നമ്മൾ ഫൈനലി ക്യാഷ് കൗണ്ടറിൽ കൊണ്ട് പേ ചെയ്യണം. ഓർഡർ ചെയ്തത് എന്തോ ഒരു ഗുലാഷ്, ഇവിടുത്തെ സ്പെഷ്യൽ ഓർഡർ ചെയ്തത്. ഇനിയിപ്പം വന്നിട്ട് ഞാൻ ഓൾറെഡി വന്നിട്ട് ഇവിടെ സീറ്റ് പിടിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ലിപ്പ് അവിടെ കൊടുത്തുകൊണ്ട് അവിടെ പേ ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ഒരു ഗുലാഷ് വിത്ത് ബ്രെഡ്. ഇതാണ്. ഇതെന്തോ ചിക്കൻ സ്കെല വിത്ത് മാഷ് പൊട്ടറ്റോ.
ഇതൊരു സൂപ്പ്, സ്നിറ്റ്സൽ അല്ലേ. ഇത് വന്നിട്ട് അതുപോലെ തന്നെ ഗുലാഷ്. ഇതാണ് കഴിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു 40 യൂറോ എങ്കിലും ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ ഒരു സാധാരണ റെസ്റ്റോറൻ്റാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അടുത്ത പ്ലേസ് എവിടെ പോകുന്നത്? ഇതിൽ വന്നിട്ട് കയറിയ റെസ്റ്റോറൻറ്റ് ഇതാണ്, സെസ്ക കുഞ്ചിൻ. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഗുലാഷും അതുപോലത്തെ സംഭവങ്ങളൊക്കെ. അതാണ് കഴിച്ചത്. ഇവിടെ നമ്മളിപ്പം കഴിച്ചതിന് 3 പേർക്ക് 35 യൂറോ. ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇതുപോലെയുള്ള ഒരു മാർക്കറ്റ് വന്നു. ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. എല്ലാം ചോക്ലേറ്റാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ഒറിജിനൽ സംഭവം. ഇതിൻ്റെ വില വന്നിട്ട് 300, അറൗണ്ട് 11 യൂറോ, അതായത് 45 റിയാൽ ഈ ഒരു പാക്കറ്റിന്. ഇത് കണ്ട് 210 ഇവിടുത്തെ 200, അതായത് നിയർ അബൌട്ട് 8 യൂറോ. ഈ ഒരു ചെറിയ ഈ സംഭവത്തിന് 8 യൂറോ. എക്സ്പെൻസീവാണ്. ഈ സ്വീറ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ. 5 യൂറോ, 6 യൂറോ, 8 യൂറോ അങ്ങനെയുള്ള സംഭവം. 4 യൂറോ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ കരാമലും എല്ലാം സ്വീറ്റാണ് ഭയങ്കരം. മാർക്കറ്റ് ഏരിയ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇനിയിപ്പോൾ മൂവ് ചെയ്യുകയാണ്. ജസ്റ്റും പ്രാഗും ഒക്കെ പാർട്ടി വൈബുള്ള പ്ലേസുകളാണ്. രാത്രി വെളുപ്പിനെ 3-4 മണി വരെയൊക്കെ ഈ സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റുകളെല്ലാം ഓപ്പൺ ആയിരിക്കും. മോസ്റ്റ്ലി ബാറ്, പബ്ബ് എല്ലാം ഓപ്പൺ ആയിരിക്കും. ഇവിടെ വരുന്നത് ഇതുപോലെ പാർട്ടി വൈബുള്ള ടൂറിസ്റ്റുകളാണ് കൂടുതലും രാത്രി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ കാണാൻ ഈ പറഞ്ഞ 3-4 സംഭവങ്ങളാണ്. ഒന്ന് വന്നിട്ട് ആ ബ്രിഡ്ജ് നമ്മൾ കണ്ടത് ക്യാസിൽ, പിന്നെ മറ്റേ ആ ആസ്ട്രോണമിക് ക്ലോക്ക്, അതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ള ഇത് കൊള്ളാമല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ലക്ഷറി ഡ്രൈ ക്ലീനർ എന്ന് പറഞ്ഞിട്ടൊരു കട, ഡ്രൈ ക്ലീനിങ് ഷോപ്പ്, ലോണ്ട്രിയാണ്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൽ എഴുതിയിരിക്കുന്നത്, വി വിൽ ഹെൽപ്പ് യു ലുക്ക് അറ്റ് യുവർ ബെസ്റ്റ്. നമ്മൾ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഡ്രസ്സ് ഇടാൻ ഇൻ്റർവ്യൂവിന് ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു തന്നാൽ ക്ലീൻ ആക്കി തരാം ഫ്രീ ആയിട്ട്. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. അത് നൈസ് ഒരു പോയിൻ്റാണ്. ഇങ്ങനെ നടന്ന് ഇവിടെ മീ സുഷി എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റൊക്കെ കാണാം. ഇവിടെ അവിടെ കണ്ടോ ഒരു ചിത്രശലഭം പോലത്തെ ഒരു സംഭവം, ഇങ്ങനെ ചിറകൊക്കെ ആട്ടി നിൽക്കുന്ന ഒരു സംഭവം കണ്ടോ. അപ്പോൾ അവിടെ എത്തി. നടക്കുക തന്നെ, എങ്ങോട്ടൊന്നും ഇല്ലാതെ അങ്ങ് നടക്കുക പ്രാഗ് സിറ്റിക്കുള്ളിൽ കൂടെ. ഒരു ചിത്രശലഭത്തിൻ്റെ പോലെ ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. രസമുണ്ടത് കാണാൻ. പ്രാഗ് നടന്നാലും പ്രാഗ് സിറ്റിക്കുള്ളിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. കറങ്ങി കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് സിറ്റിക്കകത്തൂടെ. ചുമ്മാ നടന്നാൽ മതി. ഇപ്പോൾ എത്ര നേരമായിട്ടാണെന്നറിയാമോ സിറ്റിക്കുള്ളിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ പറയാൻ പറ്റൂ, പ്രാഗ് സിറ്റിക്കുള്ളിൽ എവിടെയൊക്കെയോ ആണ്. ചുമ്മാ നമ്മൾ നടക്കുവാണ്. ഇതിനകത്ത് എവിടെ റോഡ്, എവിടെ വാക്കിംഗ് സ്ട്രീറ്റ് ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതാ ഇവിടെ ഇതുവഴി കാറ് പോകുന്ന സ്ഥലമാണ്, പക്ഷെ കണ്ടാൽ പറയില്ല. അതുപോലുള്ള ടൈൽസൊക്കെ ഇട്ട് വിരിച്ച് കാറ് കാണുമ്പോഴാണ് ഇതുവഴി പോകാൻ പറ്റും കാരണം തോന്നുന്നു. ഇതാ ഇവിടെ വേറെന്തോ സംഭവമുണ്ട്. നമ്മളങ്ങനെ വേറൊരു സ്ക്വയറിലെത്തി. ഒരാളുടെ ഹെഡാണ് ഈ കാണുന്നത്. ഇതും ഒരു ടൂറിസ്റ്റിക് സ്പോട്ടാണ്. നമ്മൾ ഇത് തപ്പിയാണ് വന്നത്. നമ്മളങ്ങനെ ഈ ഒരു പ്ലേസിലും എത്തി. ഇതിന് പറയുന്നത് കഫ്കാസ് ഹെഡ് എന്നാണ്.
ഇതൊരു ടൂറിസ്റ്റിക് സ്പോട്ടാണ്. ആൾക്കാർ വന്ന് ഇത് കാണാൻ വരുന്നവർ ഒത്തിരി ഉണ്ട്. അതിൻ്റെ മുന്നിലുണ്ട് ഒരു സ്റ്റാർബക്സ്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കിയാൽ കാണാൻ ഇവിടെ മുഴുവൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് മുഴുവൻ മോസ്റ്റ്ലി ടൂറിസ്റ്റുകളാണ് ഈ ഒരു സംഭവം കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഇവിടെ. ഈ ഒരു ഹെഡ് എവറി 15 മിനിറ്റിൽ മൂവ് ചെയ്യും. അത് തിരിയാൻ തുടങ്ങി പതുക്കെ പതുക്കെ പതുക്കെ. കണ്ടോ, ഇതാണ്ട് പതുക്കെ പതുക്കെ തിരിയുന്നു. ഇതാ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഭയങ്കര രസമാണ് കാണാൻ. അതാ ഇവിടെ ഇപ്പം എന്തേ അടുത്ത സ്റ്റാർബക്സ്. ഇത് വേറൊരു സ്ട്രീറ്റിൽ വന്നപ്പോൾ എന്തേ ഇവിടെ അടുത്തൊരു സ്റ്റാർബക്സ്. ഞാൻ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100 അടി പോലും നടന്നില്ല. വേറൊരു സ്ട്രീറ്റിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു സ്റ്റാർബക്സ്. ഇവിടെ സ്റ്റാർബക്സ് ഇഷ്ടം പോലെ സ്റ്റാർബക്സ്. അതുപോലെ കാണാൻ ഭയങ്കര രസമാണ് എല്ലായിടവും. ആൻറ്റിക് സ്റ്റൈലുള്ള ബിൽഡിങ്ങും ആൻറ്റിക് സ്റ്റൈലിലുള്ള ഈ വീടുകളും സ്ട്രീറ്റുകളും മൊത്തത്തിലൊരു ആൻറ്റിക് സ്റ്റൈലാണ്. പെട്ടെന്ന് നോക്കിയ ചിത്രശലഭം പോലെ, പക്ഷെ എന്തോ ഒരു എയറോപ്ലെയിൻ്റെ ആകൃതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ബിൽഡിങ്ങിൽ. വേറൊരു ട്രാം എത്തി. നമ്മുടെ ട്രാമല്ല, നമ്മുടെ ട്രാം വേറൊരു നമ്പറാണ്. നമ്മൾ ഇതിലാണ് കയറാൻ പോകുന്നത്. ഡാൻസിങ് ടവറിലോട്ടാണ് അടുത്ത സ്റ്റോപ്പ്. 1 മണി കഴിഞ്ഞുകൊണ്ട് ഇച്ചിരി ക്രൗഡാണ് ഈ ട്രാമിലെല്ലാം. ഇവിടെ കൂടുതലും ട്രാമാണ് ഓടുന്നത്, ബസ്സിനേക്കാളും കൂടുതൽ. മൊത്തം ട്രാമാണ് ഓടുന്നത്. ഇവിടെ മുഴുവൻ ട്രാമിൻ്റെ ബഹളമാണ്. പ്രാഗ് ഏത് ഭാഗം കണ്ടാലും ഇതുപോലത്തെ ബിൽഡിങ്സാണ്. ഭയങ്കര ഭംഗിയാണ് എല്ലാ സ്ഥലവും കാണാൻ. അടിപൊളി ഒരു ആൻറ്റിക് സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളും ഒരു സ്പെഷ്യൽ ഡിസൈനാണ് പ്രാഗിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും. ഒന്നിൽ വളരെ ഹിസ്റ്റോറിക്കൽ ഇതുപോലത്തെ ചർച്ചുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ഇതുപോലെ നൈസായിട്ടുള്ള നിർമ്മിതികൾ. വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ കുറവാണ്. മാക്സിമം ഒരു 4 നില 5 നില, അതിന് മുകളിലോട്ടുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ കുറവാണ് കാണുന്നത്. സ്ട്രീറ്റ് നോക്കിയാലും റിസംബിൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് മോസ്റ്റ്ലി. എല്ലാം കണ്ട ഒന്നിനൊന്ന് മാച്ചിങ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ. ഇവിടെ ഒരു വലിയ ഓൾഡ് ലുക്കുള്ളൊരു ചർച്ച് കാണാം. ഭംഗിയാണ് എല്ലായിടം കാണാൻ. പ്രാഗ് സിറ്റി മൊത്തത്തിൽ നല്ല രസമാണ് കാണാൻ. നമുക്കിങ്ങനെ ചുമ്മാ സിറ്റി കൂടെ നടന്ന് ഇങ്ങനെ കറങ്ങി കണ്ടുപോകാം. ടിപ്പിക്കൽ ടൈപ്പ് ബിൽഡിംഗ് ആയതുകൊണ്ട് ഏത് ഹോട്ടൽ ഏത് റെസിഡൻറ്റ് എന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അടുത്തൊന്ന് ബോർഡ് വായിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു ഹോട്ടലാണല്ലോ എന്ന്. കയ്യിൽ പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നു. ഇത് ഒരു സ്ക്വയറാണ്. നമ്മൾ നടന്ന് എത്തിയിരിക്കുന്നു ഒരു സ്ക്വയറിൽ. ഒരു പ്രതിമയുണ്ട് ഇവിടെ. എൻ്റെ അകത്തേക്കുന്ന ജിറാസെക്. ബിഗ് ബസ് പ്രാഗ്, നമ്മൾ ബുഡാപെസ്റ്റിൽ പോയ പോലത്തെ സംഭവം. അതിലൊന്നും കയറേണ്ട ആവശ്യമില്ല. നമ്മൾ സന്നദ്ധാനം ഇതുവഴി കറങ്ങി കാണാവുന്നതേ ഉള്ളൂ. കാര്യം അതൊക്കെ ആകുമ്പോൾ 40 യൂറോ 50 യൂറോ വെച്ചിട്ട് ചാർജ് ചെയ്യും ഓരോരുത്തർക്കും. ഈ ഒരു ബിൽഡിങ്ങിന് പറയുന്നത് ഡാൻസിങ് ബാർ എന്നാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് കണ്ടോ? ഇത് കാണാനും ആൾക്കാർ വരും. നമ്മളപ്പോൾ ഇത് കണ്ടിട്ട് ഇത് തപ്പി വന്നതാണ് ഈ ഡാൻസിങ് ബാർ. ആ ബിൽഡിങ് ഇതാണത്. നമ്മളിവിടുന്ന് ഓരോ ബിൽഡിങ്ങും ഇങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് മറ്റേ ബിൽഡിങ്ങായിട്ട് യാതൊരു വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിസൈനിൽ എല്ലാം ഒരേപോലെ ഇരിക്കും. മൊത്തം പ്രാഗ് ഇങ്ങനെ സിറ്റി മുഴുവൻ.
അങ്ങനെ തന്നെ ഈ സൈഡിലും നമുക്ക് ഈ പറയുന്ന പബ്ബ്, ബാറ്, റെസ്റ്റോറൻറ്റ് മുക്കിനും മൂലയ്ക്കും ഓരോ ബിൽഡിങ്ങിലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ മാത്രം മതി പ്രാഗിനുള്ളിൽ എൻജോയ് ചെയ്യാൻ. എക്സ്പെൻസീവ് ആണ് കാര്യങ്ങൾ. നമ്മളൊരു ലഞ്ച് മിനിമം കഴിക്കണമെങ്കിൽ 40 to 50 യൂറോ ഏറ്റവും മിനിമമാണ്. ഇല്ലെങ്കിൽ വല്ല ബ്രെഡും എല്ലാം കഴിക്കേണ്ടി വരും, വെള്ളവും കുടിക്കണം. അല്ലാതെ ഒരു റെസ്റ്റോറൻറ്റിലോ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20 to 25 യൂറോ ചിലവാകും ഒരാൾക്ക്. ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കണ്ടുകൊണ്ടിങ്ങനെ നടക്കാൻ. അതും ഒരു 5 ഡിഗ്രി 6 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇത് മെട്രോയാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോ സിറ്റി മുഴുവനുണ്ട്. നമ്പർ 22 എന്ന് പറഞ്ഞൊരു ട്രാം. ഇവിടെ നിന്ന് ഇനിയിപ്പം നമ്മൾ ഹോട്ടലിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. ഇപ്പം സമയം ഒരു 6 മണി. നമ്മളിപ്പോൾ രാവിലെ മുതൽ പ്രാഗ് സിറ്റി കറങ്ങുവാണ്. ഒന്നിൽ നടന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രാം എടുത്ത്. ഈ ട്രാമിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മെട്രോയിലും കയറാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ബസ്സിലും കയറാം. ആസ് യൂഷ്വൽ എല്ലായിടത്തും പോലെ. ഓ കഫേ മോദി. ഓ വാവ്, മോദി കഫേ ആണിത്. കഫേ ലോബ്രെ. ക്ലബും കഫേയും കൊണ്ട് നമുക്കൊന്നും പറയേണ്ടത്. ഇത് മുഴുവൻ കഫേയും ക്ലബും കളാണ്. ആൾക്കാരൊക്കെ ഈവനിങ്ങിലോ എക്സസൈസൊക്കെ ചെയ്യുന്നു. നമ്മൾ പാലത്തിൽ കൂടെ പോകുന്നത്. പ്രാഗിലെയൊക്കെ പോലെ തന്നെയാണ് ബുഡാപെസ്റ്റിലെ പോലെ തന്നെയാണ്. കുറേ ക്രോസിങ് പാലങ്ങളുണ്ട് നദിക്ക് ചുറ്റും ഈ സിറ്റിക്കുള്ളിൽ. അവിടെ ഒരു സുഷി ബാറുണ്ട്. പ്രാഗ് സിറ്റി മുഴുവൻ ഈ ട്രാം ഓടുന്നുണ്ട്, എല്ലാ മുക്കിനും മൂലയ്ക്കും. ഞാൻ ബസ് ഇവിടെ വളരെ ചുരുക്കമുണ്ട്. ബസ് എനിക്കൊന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ട്രാം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ബസ് പോകാനുള്ള വഴി ഇവിടെ വേറെ കാണുന്നില്ല. മുഴുവൻ ട്രാമാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് നമ്മളൊക്കെ ഈ കാറുകൾ കണ്ടില്ല ഇതുപോലെ പോകുന്ന പോലെ. എൻ്റെ സ്ട്രീറ്റ് നല്ല കിഡിലൻ സ്ട്രീറ്റുകളാണ്. ഇങ്ങനെ നടന്ന് പോയി കാണാനാണ് ഈ സ്ട്രീറ്റൊക്കെ അടിപൊളി. നമ്മളങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പോവാ. ഒരു വണ്ടി നിൽപ്പുണ്ട്. ഇവിടെ എന്തോ പ്രൊട്ടസ്റ്റ് നടക്കുമെന്ന് തോന്നുന്നു. ഉക്രൈൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. ട്രംപിനെതിരെയൊക്കെയാണ്. എന്തോ ഒരു പറയുന്നുണ്ട്. ഇവിടെ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ട്രംപ് എന്നൊക്കെ എഴുതി എന്തൊക്കെയോ പറഞ്ഞിട്ട് എഴുതി വെക്കുന്നു.
ട്രംപിനെതിരെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമ്മൾ ഇതുവഴിയൊക്കെ നടന്നു പോയതാ. നമ്മളിപ്പം പ്രാഗ് വന്നിട്ട് ഇതിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പോവാണ്. അത് പള്ളിയാണോ എന്താണെന്നറിയില്ല. ഭയങ്കര രസമുള്ളൊരു സംഭവം കാണാൻ. ഇതാ കാണുന്നത് ആ കാസിലിൻ്റെ വേറൊരു സൈഡാണ് കാണുന്നത്. ജോണസ് കെപ്ലർ, ഇതൊരു സയന്റിസ്റ്റിന്റെ ഒരു സ്തൂപം അവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ട്രാമിൽ കയറി സിറ്റി എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുക. ഇതൊക്കെ സിറ്റി വിട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മളവാങ്ക എന്നാണ്. മളവാങ്ക. ഇതാരാ? ഹലോ. നമ്മള് ഇനിയിപ്പം അടുത്തടുത്തോട്ടാ പോവാ. ഇതേതാ സ്ഥലം? അടുത്തത് ഡ്രിനോപോളാണ് അടുത്തത്. ഇതിപ്പം ബിലാഹോറ എന്ന് പറയുന്ന ആ സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ള ട്രെയിനാണ് നേരെ ചെന്നിറങ്ങുന്ന ബിലാഹോറയിലോട്ട് അവസാനം. റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതെല്ലാം. പിന്നെ പ്രാഗ് വിട്ടു. പ്രാഗെല്ലാം വിട്ട് നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് ഓടി. കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമഭാഗത്തെ സ്മോൾ ടൗൺ ഏരിയ ഇതൊക്കെ. എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഊക്കസ്ഥാനം വീടുകളാ. ഇതൊക്കെ വീടുകളാണ് ഇവിടുത്തെ ലോക്കൽസിൻ്റെ. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഗ്രാമങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഇറങ്ങി ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നതിന് ശേഷം ഉള്ള ആ ഒരു യാത്രയിൽ പ്രാഗ് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് മുന്നോട്ട് ഒരു ഗ്രാമങ്ങളുള്ള ഭാഗങ്ങളിലോട്ട് വന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് റിക്കനോവ എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. ഇത് ഇവിടുത്തെ ലോക്കൽസിൻ്റെയൊക്കെ വീടുകളാണ്. നമ്മൾ ട്രെയിനിൽ ട്രാമിൽ റിക്കനോവ എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിലെത്തി. ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 15-20 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഒരു സ്ഥലം പ്രാഗിൽ നിന്ന് സിറ്റി ആയിട്ട്. ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറയാനില്ല, സിറ്റിയിലെ ഗ്രാമങ്ങളെന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇതിൻ്റെ അവസാന സ്റ്റേഷൻ ബിലാഹോറ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ദാ ഈ ഒരു ട്രാം പോകുന്ന അങ്ങോട്ടാണ്. ബിലാഹോറ വരെ ഉള്ളൂ ഈ ട്രാം. നേരെ ഇരുട്ടി തുടങ്ങി. നല്ല ക്ലാസിക് റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു ഈ ഒരു ലൈനിൽ. നമ്മളിപ്പോൾ അവിടെ ഒരു ഏഷ്യ മാർക്കറ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഇന്ത്യൻസിൻ്റെ ഒരു ഇത് കാണുമെന്ന് തോന്നുന്നു.
വേണ്ടി ഏതോ ഒരു ഭാഗത്ത് വന്നിരിക്കുക. അതുകൊണ്ട് ഇതൊരു മെഡിറ്ററേനിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ദ ക്ലോസ്റ്റർ ഇന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നു സാഡ്മാൻസ് ടാങ്ക് ബാർ ആൻഡ് ബിസ്ട്രോ. വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലെ സാഡ്മാൻസ് ടങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇതാ ഇവിടെ പ്രാഗിൽ ആ റെസ്റ്റോറൻറ്റിലാണ് വന്നത്, സാഡ്മാൻ ടങ്ക്. അവിടെ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത്. രാത്രിയിലാണ് ഇപ്പോൾ നമ്മൾ പ്രാഗിൽ നിൽക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ 8:30 മണിയായി. നമ്മളിപ്പോഴും പ്രാഗിൽ തന്നെ, സിറ്റി തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ലഞ്ച് ഡിന്നർ എല്ലാം നമ്മൾ പ്രാഗ് സിറ്റിയിൽ ഓൾഡ് ടൗണിൽ നമ്മൾ കറങ്ങുക. ഇനിയിപ്പം തിരിച്ച് നമുക്കൊരു 25 മിനിറ്റ് ആ നമ്പർ 18 എന്ന് പറഞ്ഞിട്ട് നഡ്രാസി പോർട്ട് ബാബ എന്ന് പറയുന്ന ആ ഇതിൽ ആ ഒരു ട്രെയിനിൽ കയറണം. അതായത് ട്രാമിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തും. ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്യണം, 20-25 മിനിറ്റ്. കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം, ഓൾഡ് ടൗണിലൊന്നും നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. അതുപോലെ തന്നെ ഹോട്ടൽസിനൊന്നും പാർക്കിംഗ് അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ ന്യൂ ടൗണിൻ്റെ ആ ഭാഗത്താണ് എടുത്തത്. കാരണം പാർക്കിംഗ് ഇൻക്ലൂഡിങ് പാർക്കിംഗ് കിട്ടിയില്ല എങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആകും. അല്ലേ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് റൂമിന് 100 യൂറോയുടെ മേളിൽ വരും. അതായത് നിയർ അബൌട്ട് 10,000 റുപ്പീസ്. അപ്പം 2 days 20,000 റുപ്പീസ് വരും നമുക്ക് അവിടെ. പിന്നെ പ്ലസ് പാർക്കിംഗ് കൂടെ കൊടുക്കുമ്പോഴത്തേക്കും എഗെയിൻ നമ്മൾ നിയർ അബൌട്ട് 3,000 റുപ്പീസ് കൊടുക്കണം ഇവിടെയാണെങ്കിൽ. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് പാർക്കിംഗ് ആണ്. നമുക്കിങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 2 ദിവസത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ 2 ദിവസത്തേക്കുള്ള ട്രാം മെട്രോ ബുക്ക് എടുക്കുക. ടിക്കറ്റ് 10 യൂറോ വരും ഒരാൾക്ക്. എന്നിട്ട് ഈ 2 ദിവസം അവിടെ നിന്ന് കറങ്ങി ഇതുവഴിയൊക്കെ കറങ്ങുക. അതിന് ശേഷം രാത്രി തിരിച്ച് ഹോട്ടലിലെത്തുക. കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തേക്കുക. നമ്പർ 18 എത്തി, ട്രാം എത്തി. നമ്മൾ അതിൽ കയറാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഹോട്ടൽ ഇതായിരുന്നു. 2 ദിവസം നമ്മൾ താമസിച്ചിരുന്ന ഈ ഹോട്ടലാണ്. ഇവിടുന്ന് നമ്മളിപ്പോൾ രാവിലെ 10:30 ആയപ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ പ്രാഗ്.